ആദിവാസി ദലിത് വിദ്യാഭ്യാസ അവകാശം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ആദിവാസി വിദ്യാഭ്യാസ സംഘടന. പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ്സ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. ഈ ഗ്രാന്റ്സ് നിഷേധിക്കുന്നവർക്കെതിരെ ആദിശക്തി സമ്മർ സ്കൂളിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. വിദ്യാഭ്യാസ ഗ്രാന്റുകൾ 2 വർഷമായി തടഞ്ഞുവെക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സംഘടന രംഗത്തെത്തിയത്. ഈ ഗ്രാന്റിനുള്ള 2.5 ലക്ഷം വരുമാന പരിധി എടുത്തുകളയുക, വിദ്യാഭ്യാസ ഗ്രാന്റുകൾ പ്രതിമാസം നൽകുക, ഈ ഗ്രാന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കുക, ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ ഹോസ്റ്റൽ അലവൻസുകളും മറ്റ് അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കുക, വിദ്യാഭ്യാസ അലവൻസുകൾ വർഷത്തിൽ 1 തവണ കൊടുത്താൽ മതിയെന്ന കേരള സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാന്റുകൾ അനുവദിക്കുന്നതിൽ ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40%, അങ്ങനെയാണ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്. ഇവർ രണ്ടും ഒരു കോറിലേഷനിൽ ആ സമയത്ത് ഫണ്ട് സ്വരുക്കൂട്ടി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാവാം. വിദ്യാർത്ഥികൾ കോഴ്സ് കഴിഞ്ഞു പോയതിനു ശേഷം ഗ്രാന്റുകൾക്ക് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. കോളേജുകൾ ട്യൂഷൻ ഫീസ് ലഭിക്കാൻ കോടതികളെ സമീപിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്ത ഫ്രീ ഷിപ്പ് കാർഡ് നൽകിയില്ല. അതിനാൽ പ്രവേശനം നേടുമ്പോൾ വിദ്യാർത്ഥികളെ സ്ഥാപനങ്ങൾ മുൻകൂർ ഫീസ് അടയ്ക്കാൻ നിർബന്ധിക്കുന്നു. മാർക്ക് ലിസ്റ്റുകൾ, ഹാൾ ടിക്കറ്റ്, TC, ഹോസ്റ്റൽ സൗകര്യം എന്നിവ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്നു. പഠനം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയോ തുടർ പഠനത്തിന് പോകാതിരിക്കുകയോ ചെയ്യുന്നവർ നിരവധിയാണെന്നും ഇവർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ വിവിധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം.